അടുക്കളയിലെ അരിപ്പാത്രങ്ങൾ ഒന്നൊന്നായി കുടഞ്ഞു നോക്കുകയാണ് ആര്യ. ഒരു പിടി അരിയോ ഒരു തുള്ളി വെളിച്ചെണ്ണയോ അവിടെ ബാക്കിയില്ല. കുഞ്ഞുങ്ങൾ ഉറക്കമുണർന്ന് അമ്മയെ വിശക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കുമെന്നറിയാതെ അവൾ പകച്ചു നിൽക്കുന്നു. കയ്യിലുള്ള ചെറിയ പേഴ്സ് തുറന്നു നോക്കുമ്പോൾ ഏതാനും ചില്ലറ പൈസകൾ മാത്രം. വീടിന്റെ ആധാരവും മറ്റു പണയരേഖകളും മേശപ്പുറത്തുണ്ട്. സാമ്പത്തികമായി തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥ. സങ്കടം സഹിക്കാനാകാതെ ആര്യ മുറിക്കുള്ളിലേക്ക് നടക്കുന്നു. സുധി കട്ടിലിൽ തലയിൽ കൈവച്ചിരിക്കുകയാണ്. സുധി നിരാശയോടെ പറഞ്ഞു, ആര്യ, കുട്ടികൾക്ക് കൊടുക്കാൻ വീട്ടിൽ വല്ലതുമുണ്ടോ? എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല. നാളെ പലിശക്കാർ വീണ്ടും വരും. നമുക്കിനി എന്തു ചെയ്യാനാകും? ആര്യ കണ്ണുനീർ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അറിയില്ല സുധിയേട്ടാ. സ്വന്തം വീട്ടിൽ വിളിച്ചിട്ട് ഒരു തുള്ളി കരുണ കിട്ടിയില്ല. പക്ഷെ നമ്മൾ തളർന്നാൽ കുട്ടികൾ പട്ടിണിയാകും. എങ്ങനെയെങ്കിലും എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ. ആര്യ ഉമ്മറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. ആകെ തളർന്ന അവൾ ഉമ്മറത്തെ പടിയിൽ തലവെച്ചിരിക്കുന്നു. ആ വഴി നടന്നു പോവുകയായിരുന്ന രാഘവേട്ടൻ ആര്യയുടെ വീടിന്റെ മുന്നിൽ നിൽക്കുന്നു. അവളുടെ സങ്കടം കണ്ട അദ്ദേഹം അടങ്ങിയിരിക്കാൻ കഴിയാതെ മുറ്റത്തേക്ക് കയറി വരുന്നു. രാഘവേട്ടൻ പറഞ്ഞു, മോളെ ആര്യ, എന്താ ഇവിടെ ഇരുന്ന് കരയുന്നത്? പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആര്യ പറഞ്ഞു, രാഘവേട്ടാ, ഹസൻകായുടെ കടയിൽ കൊടുക്കാൻ പലഹാരങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാ. തുന്നൽ ബിസിനസ് തുടങ്ങണമെന്നും കരുതുന്നു. പക്ഷെ സാധനങ്ങൾ വാങ്ങാൻ പോലും എൻ്റെ കയ്യിൽ ഒരൊറ്റ പൈസയില്ല. എല്ലാ വഴികളും അടഞ്ഞു രാഘവേട്ട. രാഘവേട്ടൻ കനിവോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വഴികൾ അടയുമ്പോഴാണ് മോളെ നമ്മൾ പുതിയ വഴികൾ വെട്ടിത്തെളിക്കേണ്ടത്. നീ തോറ്റു കൊടുക്കരുത്. രാഘവേട്ടൻ തോളിലെ മടിശീല തുറന്ന് തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് പണമെടുത്ത് ആര്യയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ആര്യ ഞെട്ടലോടെ പറഞ്ഞു, അയ്യോ രാഘവേട്ട, ഇത് വേണ്ട, എനിക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. രാഘവേട്ടൻ പറഞ്ഞു, ഇത് കടമല്ല മോളെ, നിന്റെ വിജയത്തിനായുള്ള ഒരു ചെറിയ തുടക്കമാണ്. നീ ഇത് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങ്. ബിസിനസ് തുടങ്ങി പച്ച പിടിക്കുമ്പോൾ തിരികെ തന്നാൽ മതി. നീ ധൈര്യമായി മുന്നോട്ട് പോകൂ. രാഘവേട്ടൻ്റെ ഈ വാക്കുകളും സഹായവും ആര്യയുടെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം കൊളുത്തുന്നു. അവൾ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടു വന്ദിച്ച് അനുഗ്രഹമാകുന്നു. കയ്യിൽ കിട്ടിയ പണവുമായി ആര്യ ടൗണിലെ വലിയൊരു കടയിലേക്ക് പോവുകയാണ്. പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള അരിപ്പൊടി, ശർക്കര, വെളിച്ചെണ്ണ, എള്ള് എന്നിവയും തുന്നലിനായുള്ള നൂലുകളും കത്രികയും മനോഹരമായ ചില തുണിത്തരങ്ങളും അവൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് വാങ്ങുന്നു. സഞ്ചിയും തൂക്കി ദൃഢനിശ്ചയത്തോടെ കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ തങ്ങളുടെ ആഡംബര കാറിൽ വന്നിറങ്ങുന്ന സഹോദരൻ പ്രകാശനെയും അവൻ്റെ സുഹൃത്തുക്കളെയും അവൾ കാണുന്നു. ആര്യ സഞ്ചി തൂക്കി നടക്കുന്നത് കണ്ട പ്രകാശൻ അവളെ ഒന്ന് മേൽപോട്ട് നോക്കി പരിഹാസത്തോടെ ചിരിക്കുന്നു. പ്രകാശൻ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ഉറക്കെ പറഞ്ഞു, ഓഹോ, ഇത് നമ്മുടെ ആര്യയാണല്ലോ. എന്താടി കയ്യിൽ വലിയ സഞ്ചിയൊക്കെ ആയിട്ട്? ഒന്നിനും കൊള്ളാത്ത സുധിയുടെ കൂടെ ജീവിച്ച് ഒടുവിൽ ടൗണിൽ സഞ്ചി തൂക്കി നടക്കാൻ തുടങ്ങിയോ? സുഹൃത്ത് പറഞ്ഞു, ഇതാണോ പ്രകാശൻ നിന്റെ പെങ്ങൾ? പണ്ട് വലിയ പ്രതാപത്തിലായിരുന്നല്ലോ. പ്രകാശൻ പറഞ്ഞു, പണ്ട് അങ്ങനെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ ആ പിച്ചക്കാരൻ്റെ കൂടെ പോയതല്ലേ. ഇപ്പൊ കണ്ടില്ലേ, തെരുവിൽ നാണം കെട്ട് നടക്കുന്നു. നിനക്ക് നാണമില്ലേ ആര്യ എങ്ങനെയൊക്കെ ആൾക്കാരുടെ മുന്നിൽ നടക്കാൻ? വല്ല പണിക്കും പോയി ജീവിക്കുന്നതിൽ നല്ലത് പോയി ചാവുന്നതാണ്. കൂടെയുള്ളവർ വലിയ ശബ്ദത്തിൽ ചിരിക്കുന്നു. ആളുകൾ ആര്യയെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ആദ്യം ആര്യയുടെ കണ്ണുകൾ ഒന്നടഞ്ഞു. കണ്ണുനീർ തുള്ളികൾ താഴേക്ക് വീഴാൻ തുടങ്ങിയെങ്കിലും അവൾ തടഞ്ഞു നിർത്തി. മുൻപത്തെ പോലെ തലകുനിച്ച് നിൽക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. സഞ്ചിയും കയ്യിൽ പിടിച്ച് അവൾ പ്രകാശിന്റെ തൊട്ടു മുന്നിലേക്ക് നടന്നു ചെന്നു. അവളുടെ കണ്ണുകളിൽ ഭയത്തിനു പകരം വീര്യവും ആത്മവിശ്വാസവും ആളിക്കത്തി. ആര്യ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിർത്തിക്കോ പ്രകാശ, നിന്റെ നാവടക്ക്. പ്രകാശൻ അമ്പരപ്പോടെ, എടി, നീ എന്നോട് സംസാരിക്കാൻ മാത്രം വളർന്നോ? ആര്യ പറഞ്ഞു, അതെ, ഞാൻ വളർന്നു. സ്വന്തമായി ജീവിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ ഞാൻ വളർന്നു. കേട്ടോ പ്രകാശ, ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ കട്ടെടുക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് കുടുംബം നോക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് നാണക്കേടല്ല. പെറ്റ അമ്മയും കൂടെ പിറന്ന നീയും തള്ളി പറഞ്ഞപ്പോൾ തളർന്നു പോകുമെന്ന് കരുതിയോ? സ്വന്തം പെങ്ങളെ തെരുവിൽ വെച്ച് പരിഹസിക്കുന്ന നിന്നെപ്പോലുള്ള സഹോദരന്മാരാണ് ഈ സമൂഹത്തിന് നാണക്കേട്. ഭർത്താവിൻ്റെ തകർച്ചയിൽ കൂടെ നിൽക്കുന്നതാണ് ഭാര്യയുടെ കടമ. ഞാനും എൻ്റെ കുടുംബവും എന്ത് പട്ടിണി കിടന്നാലും നിന്റെ വീട്ടുപടിക്കൽ ഇനി വന്ന് കൈനീട്ടില്ല. ഈ കയ്യിലെ സഞ്ചി എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ തുടക്കമാണ്. ഇതുകൊണ്ട് ഞാൻ ജീവിച്ച് കാണിച്ചു തരും. ആര്യയുടെ ഈ വാക്കുകൾ കേട്ട് ചുറ്റും നിന്ന ആളുകൾ പ്രകാശനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നോക്കാൻ തുടങ്ങി. പ്രകാശന്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവൻ നാണക്കേട് കൊണ്ട് തലകുനിച്ചു. ആര്യ തല ഉയർത്തി ആത്മവിശ്വാസത്തോടെ ദൃഢമായ ചുവടുകളോടെ തെരുവിലൂടെ മുന്നോട്ട് നടന്നുപോയി. അവളുടെ മുഖത്ത് ഒരു പുതിയ സൂര്യൻ ഉദിച്ചുവരുന്ന പ്രതീതിയായിരുന്നു. പുലർച്ചെ 4 മണി. ആര്യയുടെ വീടിന്റെ അടുക്കള. ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ ആര്യ തകൃതിയായി ജോലികൾ ചെയ്യുന്നു. പുറത്ത് നേരം വെളുത്തു വരുന്നതേയുള്ളൂ. പക്ഷികളുടെ ശബ്ദം പോലും കേട്ടു തുടങ്ങിയിട്ടില്ല. എന്നാൽ ആര്യയുടെ അടുക്കളയിൽ വലിയൊരു പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു.
അടുപ്പിൽ തീ പുകയുന്നു. അരിപ്പൊടിയും ശർക്കരയും നാളികേരവും ചേർത്ത് കുഴച്ച് ആര്യ സ്നേഹത്തോടെ കൊഴുക്കട്ടകൾ ഉണ്ടാക്കുന്നു. മറുഭാഗത്ത് കട്ടൻ ചായ തിളയ്ക്കുന്നു. ഉഴുന്നുവടയ്ക്കും സുഖിയനുമുള്ള മാവ് അവൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഓരോ പലഹാരവും ഉണ്ടാക്കുമ്പോഴും അവളുടെ മുഖത്ത് തികഞ്ഞ ഏകാഗ്രതയും നിശ്ചയദാർഢ്യവുമായിരുന്നു. വിയർപ്പ് തുള്ളികൾ നെറ്റിയിൽ പൊടിയുന്നുണ്ടെങ്കിലും അവൾ അത് സാരിത്തുമ്പ് കൊണ്ട് തുടച്ച് വീണ്ടും പണി തുടരുന്നു. ഉറക്കമുണർന്ന സുധി അടുക്കളയിലേക്ക് നടന്നെത്തുന്നു. അവിടെ കാണുന്ന കാഴ്ച കണ്ട് അവൻ സ്തബ്ധനായി നിൽക്കുന്നു. പാത്രങ്ങളുടെ ചെറിയ ശബ്ദവും പലഹാരങ്ങളുടെ നല്ല മണവും അടുക്കളയിലാകെ നിറഞ്ഞിരിക്കുന്നു. സുധി അതിശയത്തോടെ പറഞ്ഞു, ആര്യ, നീ ഇത് എപ്പോൾ എഴുന്നേറ്റതാ? ഇത്രയും കാര്യങ്ങളോ? ആര്യ പുഞ്ചിരിയോടെ, പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റതാ സുധിയേട്ടാ. ഹസൻകായുടെ കടയിൽ കൊടുക്കാൻ പലഹാരങ്ങൾ തയ്യാറാക്കുകയാണ്. ഇനി ഒട്ടും സമയം കളയാനില്ല. സുധി കുറ്റബോധത്തോടെ പറഞ്ഞു. നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഓർക്കുമ്പോൾ എനിക്ക്... ആര്യ അവൻ്റെ വാക്കുകൾ തടസ്സപ്പെടുത്തി. പഴയ കാര്യങ്ങൾ ഓർത്ത് സ്വയം പഴി ചാരരുത് സുധിയേട്ടാ. ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ്. വാ, അവിടെ ഇരിക്കാതെ എന്നെ ഒന്ന് സഹായിക്ക്. ഈ വാഴയിലകൾ തുന്നി പലഹാരങ്ങൾ പാക്ക് ചെയ്യാൻ എന്നെ സഹായിക്കൂ. തുടക്കത്തിൽ ചെറിയൊരു മടിയും അമ്പരപ്പും ഉണ്ടായിരുന്നെങ്കിലും സുധി ആര്യയുടെ അരികിലിരുന്ന് ഇലകൾ തുടച്ച് പാക്കിങ്ങിൽ സഹായിക്കാൻ തുടങ്ങുന്നു. ഭാര്യയുടെ ഈ മാറ്റം അവൻ്റെ ഉള്ളിലെ നിരാശയെ പതിയെ ഇല്ലാതാക്കുകയായിരുന്നു. ഹസൻകായുടെ കടയും വൈകുന്നേരത്തെ തെരുവും ചൂട് പറക്കുന്ന പലഹാരങ്ങൾ അടങ്ങിയ കുട്ടയും പേപ്പർ പാക്കറ്റുകളുമായി ആര്യ ഹസൻകായുടെ കടയിലെത്തുന്നു. ഹസൻക സന്തോഷത്തോടെ പറഞ്ഞു, വാ മോളെ ആര്യ, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ, കൊള്ളാം, നല്ല നാടൻ മണം. ആര്യ പലഹാരങ്ങൾ അവിടെ വെച്ച് തിരികെ വീട്ടിലേക്ക് പോയി. ദിവസം കടന്നുപോയി. വൈകുന്നേരം ആയപ്പോൾ വലിയൊരു ആകാംക്ഷയോടെ ആര്യ വീണ്ടും ഹസൻകായുടെ കടയിലേക്ക് നടന്നു. കടയുടെ മുന്നിൽ വലിയ തിരക്കായിരുന്നു. ഹസൻക പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ആര്യ, നീ കൊണ്ടുവച്ച പലഹാരങ്ങൾ ഉച്ച ആയപ്പോഴേക്കും വിറ്റ് തീർന്നു. വന്നവരൊക്കെ ചോദിക്കുന്നത് ആരുണ്ടാക്കിയ വടയാ, ആരുണ്ടാക്കിയ സുഖിയന് എന്നാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഹസൻക ഡ്രോയർ തുറന്ന് കച്ചവടത്തിൽ നിന്നും കിട്ടിയ ലാഭവിഹിതമായ ഒരു ചെറിയ തുക ആര്യയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നു. ആ ആദ്യത്തെ വരുമാനം കയ്യിൽ തൊട്ടപ്പോൾ ആര്യയുടെ ഉടലാകെ ഒരു വിറയൽ പടർന്നു. സ്വന്തം അധ്വാനം കൊണ്ട് നേടിയ ആദ്യത്തെ പണം. അവളുടെ കണ്ണുകളിൽ നിന്നും സന്തോഷത്തിന്റെ കണ്ണുനീർ തുള്ളികൾ ആ തുകയിലേക്ക് ഇറ്റു വീണു. ആരുടെയും മുന്നിൽ തല കുനിക്കാതെ അവൾ നേടിയ ആദ്യ വിജയമായിരുന്നു അത്.